ഹായ് ഡിയേഴ്സ്, നമുക്ക് പീച്ചിങ്ങ വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീച്ചിങ്ങ, ഒരു സവാള, ഒരു തക്കാളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ആവശ്യമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അധികം ചാറില്ലാത്ത കറിയാണ്. അപ്പോൾ പീച്ചിങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ. നമുക്കൊന്ന് ഇതൊന്ന് വാടി വരട്ടെ. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വാട്ടിയെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങയൊക്കെ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ, സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഇത് മാത്രമാണെങ്കിലും നമുക്ക് ചോറുണ്ണാം.